ഞാൻ പോവാട്ടാ. കാത്താച്ചന്റെ താറ്റ കൊടുത്തേ. കൊടുത്തേ. മാധുവേ ഇന്നലെ തൊട്ട് ഒരു ഉഷാറില്ല. വയ്യാന്ന് പറഞ്ഞിട്ട് കിടക്ക. ഇന്ന് സ്കൂളിലേക്കൊന്നും പോണില്ല എന്നാ പറയണ. ഞാൻ വിളിച്ചു. സാധാരണ ചേട്ടൻ പോകുമ്പോൾ അവള് വന്ന് നിൽക്കാറുള്ളതല്ലേ. പക്ഷെ എനിക്ക് വയ്യാന്നാ പറയണ. അതൊക്കെ എടുക്ക ചേട്ടാ. ശരിയപ്പോ അച്ഛൻ പോയി. നമുക്ക് ചേച്ചിയുടെ അടുത്ത് പോവാ. മാധു ചേച്ചിയുടെ അടുത്ത് പോവാ. ആ ചേച്ചി മാധുവാ എന്ത് സ്കൂളിൽ പോണ്ടെന്നാണ്? അല്ലെങ്കിൽ എന്റെ മോക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇപ്പൊ എന്തെങ്ങനെ പറയണേ? ചേച്ചിയോട് ഇരിക്കാൻ പറഞ്ഞ പിന്നെ ചേച്ചി ബാന്ന് പറ. വയ്യേ നിനക്ക്? വയ്യേ എന്നാ പോണ്ട, കിടന്നോട്ടാ. മാധുവാ ചോറിനാവന്നെ പിന്നെ ശരിയാവില്ല. വയ്യാന്ന് പറഞ്ഞിട്ട് ചോറുണ്ട്. വയ്യെങ്കിൽ മരുന്ന് കഴിക്കണമെങ്കിൽ തന്നെ ഭക്ഷണം കഴിക്കണം. ഇല്ല 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 ഇല്ല. ബാ 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 ബാ. നിന്റെ അടി കിട്ടൂട്ട മാധു. അമ്മ പറയണ കേക്ക്. ബാ ഞാൻ അച്ഛനെ വിളിച്ച് പറയട്ടെ കേട്ടാ, നീ ഭക്ഷണം പോലും കഴിക്കാൻ വരുന്നില്ലാന്ന്. അത് പറഞ്ഞാൽ ശരിയാവില്ല. ദേ ഭക്ഷണം കഴിക്കാൻ വന്നില്ലെങ്കിൽ അമ്മ ഇപ്പൊ അച്ഛനെ വിളിക്കൂ കേട്ടോ. എന്നാ പറയൂ. ചോറുണ്ണതിന് മുമ്പേ കുളിക്കണ്ടേ? വേണ്ട വേണ്ട, ഇന്ന് തന്നെ ഞാനല്ലേ കുളിപ്പിക്കാറ്. എന്റെ മോൾക്ക് എന്തൊരു ക്ഷീണം. വയ്യ എന്റെ മോക്ക്. അമ്മ കുളിപ്പിക്കാടാ. അല്ലെങ്കിൽ ഇന്നും ഞാൻ കുളിപ്പിക്കണ വന്നിട്ടായല്ലോ വാശി. ഇപ്പൊ എന്താ പറ്റിയേ? എന്റെ മോക്ക് എന്തിട്ട് പറ്റിയ പറ. അമ്മേടെ അടുത്ത് എന്തിട്ടെങ്കിലും ഉണ്ടാ? എന്നാ ശരി, ഒന്ന് പോയി വേഗം പോയി കുളിച്ചിട്ട് വന്നെ എന്റെ മോള്. അവളെ കണ്ടില്ലല്ലോ, എല്ലാം സോടി വരുന്നുള്ള. അവൾക്ക് അടുപ്പന്നെയാ. എനിക്കില്ലേ അവള്? മാധുവാ എന്തിന്റെ പറ്റി എന്റെ മോൾക്ക്? അച്ഛൻ വിളിക്കും അല്ലെങ്കിൽ വരാണല്ലോ അച്ഛന്റെ പൊന്ന്. വരുമാ പണി കഴിഞ്ഞിട്ട്. വാ വായോ അച്ഛന്റെ പൊന്ന്, വാ വായോ. പൊന്നെ അവിടെ തന്നെ കിടന്നോട്ടാ. ശരണ്യേ അല്ലേ എന്തിട്ട് പറ്റി? അവർ 2 ദിവസമായിട്ട് ഒന്നും എന്നോട് മൈൻഡില്ല. അല്ലെങ്കിൽ സാധാരണ പണിക്ക് പോകുമ്പോ എന്റെ കൂടെ വരാം. അതെ ഇന്നത് എനിക്ക് തോന്നി. ഇന്നലെ തൊട്ടാണ് കൂടുതലായിട്ട് കുറിച്ച് ഒരു ഒന്നിനും വരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ കുളിപ്പിക്കണം അവിടെ സ്കൂളിൽ പോകുമ്പോ. ഇതിപ്പോ എന്നോട് കുളിപ്പിക്കണ്ട, തന്നെ കുളിച്ചോളാം, ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കുന്നില്ല. ആ റൂമിൽ നിന്ന് എന്നെ പുറത്തിറങ്ങുന്നില്ല. നമ്മുടെ മാധു ഇങ്ങനെയല്ല. സത്യം പറയണേ വെഗിളിത്തരം കാണിച്ച് ഒരു തൊഴിൽ തരാത്ത കൊച്ച ഇത്. മോളെ മോളുണ്ടെങ്കിൽ സങ്കടം വരാ. ആ ഒരു വിഷമം പോലെ. ചേട്ടനെ ചോദിക്കാറുണ്ട്. കാത്തൂനൊക്കെ എടുത്ത് കളിപ്പിക്കുന്നതല്ലേ. കാത്തൂന്റെ അടുത്തേക്ക് പോലും വന്നില്ല. ശരിയാന്ന് ചോദിച്ചോട്ടെ. എന്നിട്ട് എന്റെ മോളുടെ പ്രശ്നം. എന്റെ മോള് ഇങ്ങനെയല്ലല്ലോ. എന്റെ മോള് ഭയങ്കര ഉഷാറായിട്ട് നടക്കണ മോളല്ലേ. പെട്ടെന്ന് എന്തെങ്ങനെ പറ്റിയേ?
അമ്മ ഇന്നലെ ആന്റിയുടെ വീട്ടിലാക്കിയിട്ട് പോയി വന്നതിന് ശേഷമാണ് എൻ്റെ മോൾ ഇങ്ങനെയായ. ആന്റി ചീത്ത പറഞ്ഞ മോളെ? ആന്റിയോട് പോയി ചോദിക്കണം അമ്മ. അമ്മ പോയി ചോദിച്ചിട്ട് വരാം. എന്താ ചോദിച്ച കുഴപ്പം? അമ്മോട് പറ സത്യം. അമ്മോട് എന്തുണ്ടെങ്കിലും പറയാം കേട്ടാ. ഓ അമ്മോട് പറയാത്തെ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അച്ഛനോട് അമ്മോടും പറയണം കേട്ടാ. അച്ഛനമ്മനെ പപ്പമ്മയ്ക്ക് മോൾക്ക് ഇഷ്ടല്ലേ? പറയാം അമ്മയുടെ അടുത്ത് പറയാം. വിഷമിക്കുമ്പോ പോണോ? എൻ്റെ മോള് വിഷമിക്കണ്ട കേട്ടാ. അച്ഛനമ്മയും കൂടിയുണ്ട്. ചേട്ടാ, ഏതൊരു അച്ഛനമ്മയും നമ്മുടെ മക്കൾക്ക് സംഭവിച്ചു കൂടാന്ന് വിചാരിക്കണ കാര്യം നമ്മുടെ മാധവന് സംഭവിച്ചു.